പഠിച്ചിട്ട് ബാംഗ്ലൂർ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളിൽ ഒരാളാണ് ഞാൻ. 5-6 മാസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് നാട്ടിൽ വരും, എല്ലാവരെയും ഒന്ന് കാണും, പിന്നെയും തിരികെ പോകും. എന്നാൽ ഇപ്രാവശ്യത്തെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. ജർമ്മനിയിൽ ഒരു ഹയർ സ്റ്റഡീസിനുള്ള സ്കോളർഷിപ്പ് കിട്ടി. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഉള്ളൊരു യാത്രയാണിത്. അതായത് ഈ യാത്ര അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോകുമ്പോൾ 5 വർഷത്തേക്ക് എനിക്ക് ഓർത്തിരിക്കാൻ കുറച്ച് നല്ല ഓർമ്മകൾ. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ളത്. 1, വൺ ലാസ്റ്റ് ഗെറ്റ് ടുഗദർ വിത്ത് മൈ ഫാമിലി. 5 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ ഇപ്പോഴുള്ളതൊന്നും കണ്ടില്ല എന്ന് വരാം. അതുകൊണ്ട് എല്ലാവരെയും കണ്ട് ഒരു ചെറിയ യാത്ര കുറച്ച്. 2, സീക്കിംഗ് ഫോർഗീവ്നെസ്. 2 വർഷം മുന്നേ ഞാൻ ഒരാളോട് ചെയ്തൊരു ചെറിയൊരു തെറ്റ്. ആ വ്യക്തിയെ കണ്ട് ഒരു ചെറിയ ഹേറ്റ് പറച്ചിൽ. 3, റിട്ടേൺ വിത്ത് 100% ഹാപ്പിനെസ്. അതിപ്പോൾ ഓരോ യാത്ര കഴിയുമ്പോഴും ഉള്ളിലൊരു തോന്നലുണ്ടാകത്തില്ലേ, വീണ്ടും ഒരിക്കൽ കൂടി തിരികെ വരുവാൻ. ഒരുപക്ഷെ സ്വന്തം വീടിനേക്കാൾ എന്തോ ഒരടുപ്പം ജനിച്ചു വളർന്ന സ്ഥലത്തിനോടും അവിടുത്തെ ആളുകളോടും ഉണ്ടാവും. എത്ര നാൾ കഴിഞ്ഞ് വന്നാലും കൊച്ചിലെ മുതൽ കാണുന്ന ചില മുഖങ്ങളുണ്ട്. അതിലെ ആ ചിരി ഒരിടത്തും പോയിട്ടുണ്ടാകത്തില്ല. എന്താണ് പാതിരാത്രി ഹെഡ്സെറ്റും വച്ചൊരു പാട്ട് കേൾക്കല്? വെറുതെ. ഓ പിന്നെ വെറുതെ. ഈ ജർമ്മനിയിൽ പോകുന്നത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ വിഷമങ്ങളും നിനക്കുണ്ടല്ലോ. അല്ല, നീ എപ്പറ്റി? ഞാൻ എത്തിയിട്ട് കുറേ നേരമായി. നീ ചോദിച്ചതിനുള്ള മറുപടി പറ. ഈ പാട്ട് ഞാൻ ഒരാളെ മിസ് ചെയ്യുമ്പോൾ കേൾക്കുന്നതാണ്. ഒരാളെ എന്ന് പറയുമ്പോൾ? ഒരാളെന്ന് പറയുമ്പോൾ ഒരാൾ ഒരു 5-6 വർഷം മുന്നേ ഉള്ളൊരു ഫ്രണ്ടാണ്, വെരി ക്ലോസ് ഫ്രണ്ട്.
പിന്നെ അവളുടെ മാരേജിന് ശേഷം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനകത്ത് എന്തൊക്കെയോ മിസ്സിങ്. അതോട്ടെ. നീ ഇവിടെ 2 ദിവസത്തേക്കാണ് വന്നത്. ഇനി നീ ഇവിടെ തിരിച്ചു വരുന്നത് 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ 2 ദിവസത്തെ ഓരോ മൊമെൻറ്റ്സും നിനക്ക് ഈ 5 വർഷം ഓർത്തിരിക്കാൻ പറ്റിയതായിരിക്കണം. മനസ്സിലായോ നിനക്ക്? നീ ഇന്ന് അവരെ കണ്ടപ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം ശ്രദ്ധിച്ചായിരുന്നോ? ഒരുപക്ഷെ അവരവരുടെ സ്വന്തം മക്കളെ സ്നേഹിച്ചതിലും ഒരുപാട് നമ്മളെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാവും. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്നേഹം അത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന മാത്രം ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. എന്താടാ ചിരിക്കുന്നേ? അല്ല, നീ പെട്ടെന്നത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർക്കുമായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂർ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോഴേ നമ്മുടെ അമ്മ വെക്കുന്ന ഫുഡ്, പിന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനുണ്ടാക്കുന്ന വഴക്ക്, ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യും. പിന്നെ അച്ഛൻ്റെ ഒളിഞ്ഞിരുന്നുള്ള വെള്ളമടി. അച്ഛൻ്റെ വിചാരം നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല എന്നാ. എന്നിട്ടൊന്നും അറിയാതെ ഇങ്ങനെ വന്നൊരു നിപ്പുണ്ട്. അതൊക്കെ അമ്മ കുപ്പിയിട്ട് അടപ്പ് തുറന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. എല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതിരിക്കട്ടെ, നാളെ എന്താ പരിപാടി? നാളെ ഒരു ഫ്രണ്ടിനെ കാണണം, ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യണം. നീ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം നാളെ നീ നമ്മുടെ വീട്ടിലോട്ടേക്കൊന്ന് വാ. അവിടെ നീ നിൻ്റെ ചേട്ടത്തിയമ്മേനെയും കണ്ടതിന് ശേഷം പൊയ്ക്കോ. അപ്പം ശരിടാ, ഗുഡ് നൈറ്റ്. ഞാനിന്ന് അവരെ കണ്ടതിന് ശേഷം ഒന്ന് ഇറങ്ങുവാണേ. പണ്ട് അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള സ്ഥലത്തു നിന്നും ഇഷ്ടമുള്ള ആളുകളുടെ അടുത്തു നിന്നുമൊക്കെ തിരിച്ചു പോകുമ്പോൾ കണ്ണടച്ച് ആ കാഴ്ച മനസ്സിൽ പതിപ്പിക്കണം. കാരണം വീണ്ടും തിരികെ വരുന്നത് വരെ അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓർമ്മ. ഒരുപാട് നാളത്തെ പിണക്കത്തിന് ശേഷം ഇന്നാണ് ഞാൻ അവളെ കാണാൻ പോകുന്നത്. എങ്ങനെ എന്നോടുള്ള പ്രതികരണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒന്നറിയാം, മറ്റൊരു ഫ്രണ്ട്ഷിപ്പിലും തോന്നാത്ത എന്തോ ഒന്ന് ഇവളുമായിട്ടുണ്ട്.
എന്നോടുള്ള ദേഷ്യമാണ് അവളുടെ ഉള്ളിലെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാം മറന്ന് ഞാൻ അവളെ നോക്കി ചിരിച്ചു. ഡി, എനിക്കറിയാം നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിനൊക്കെ കാരണം ഞാൻ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് വലുതാക്കി. എൻ്റെ ഈഗോ, ആറ്റിറ്റ്യൂഡ്, അതെല്ലാം കൊണ്ട് കൊച്ചിലെ മുതൽ അറിയാതെ നിന്നെ ഞാൻ അകറ്റി നിർത്തി. ഇനിയും ചോദിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ചോദിക്കുക, അവസാനമായിട്ട് നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചുകൂടാ? ഇന്ന് നീ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ചില്ലേ? അത് മാത്രം മതിയായിരുന്നു നിന്നോടുള്ള ദേഷ്യവും പിണക്കവും ഒക്കെ മാറാൻ. എത്ര വഴക്കിട്ടാലും വീണ്ടും വീണ്ടും തിരിച്ചു വരുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അതൊക്കെ വിടാണ്ട് മുറുകെ പിടിച്ചോണം. ഡാ, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് ഫാമിലിയിലുണ്ടെന്ന്. അതുപോലെ ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട്. ഓരോ റിലേഷൻസിലും ചിലയിടത്തു നിന്ന് കിട്ടുന്നതൊക്കെ അത് അവിടെ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതിപ്പോൾ സ്വന്തം ചേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതാണെങ്കിലും. വീണ്ടും
ഓർമ്മകൾ അങ്ങനെയാണ്. എന്തൊക്കെ കണ്ടാലും എവിടൊക്കെ പോയാലും അത് അവസാനിക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലുണ്ടാവും. അതായിരിക്കും വീണ്ടും വീണ്ടും നമ്മളെ അവിടേക്ക് തിരികെ എത്തിക്കുന്നത്.